അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 113. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ലൈലിലെ അടുത്ത ഭാഗമായ ഫഅൻസർതുകും നാറൻ തലള്ളാ എന്ന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷമുള്ളത് അല്പം വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. അത് നാളെ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു എപ്പിസോഡായി നമുക്ക് അവതരിപ്പിക്കാം. ഇന്ന് ഫഅൻസർതുകും നാറൻ തലള്ളാ, കഴിഞ്ഞ ഭാഗങ്ങൾ ഓർക്കുമ്പോഴാണ് ഈ തുടർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്കുള്ള വഴികളും നരകത്തിലേക്കുള്ള വഴികളും പഠിപ്പിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്ന രീതിയാണ്, പ്രബോധന രീതിയാണ് പടച്ച റബ്ബിൻ്റേത്. ബലാത്കാരമായി ആരെയും മാർഗത്തിലെത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ശൈലിയല്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അതിന് അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുവിശേഷങ്ങളും താക്കീതുകളും നൽകി കാര്യങ്ങൾ പറയും. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം എന്ന് നാം പറഞ്ഞു വെച്ചതിൻ്റെ ശേഷം നേരത്തെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴികൾ വെവ്വേറെ പറഞ്ഞെങ്കിലും അതിൽ നരകവും സ്വർഗവുമൊക്കെ സൂചിപ്പിച്ചെങ്കിലും എന്നും സുവിശേഷത്തെക്കാളേറെ, സ്വർഗം കേൾക്കുന്നതിനേക്കാളേറെ ഒരു മനുഷ്യൻ നന്നാവാൻ കാരണമാകുന്ന ഘടകം നരക വിവരണമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചിലയിടങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് താക്കീത് ചെയ്യാനും സുവിശേഷം നൽകാനുമാണ് എന്ന് പറയാറുണ്ട്. സൂറത്തുൽ കഹ്ഫിൻ്റെ ഒക്കെ തുടക്കത്തിൽ നമുക്കങ്ങനെ കാണാം. എന്നാൽ ചില ഭാഗങ്ങളിൽ ചുരുക്കി വെറും താക്കീതിന് വേണ്ടി മാത്രമാണെന്ന് പറയും. സുവിശേഷവും താക്കീതും കൂടെ ചുരുക്കി പറയുമ്പം താക്കീത് എന്ന ശബ്ദത്തിലാണ് ചുരുക്കി പറയാറുള്ളത്. തൻസീൽ അൽ അസീസിർ റഹീം ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ എന്ന് പറഞ്ഞിടത്ത് നമുക്കിത് കാണാൻ കഴിയും. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, അപ്പൂപ്പന്മാർക്ക് പോലും താക്കീതു ലഭിക്കാതെ അറുവഷളന്മാരായ ഒരു ഖൗമിനെ, അന്തമില്ലാത്ത ഒരു ജനതയെ താക്കീതു ചെയ്യാനാണ് നബിയെ തങ്ങൾക്ക് ഈ ഗ്രന്ഥം നാം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിൽ അല്ലാഹു പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തബ്ശീറും ഇൻദാറും എന്ന് പറഞ്ഞാൽ സുവിശേഷവും താക്കീതും നടത്തിയിട്ടുണ്ടെങ്കിലും രണ്ടും ഖുർആനികാവതരണത്തിൻ്റെ ലക്ഷ്യമാണെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്ന് സൂചിപ്പിച്ചല്ലോ. പക്ഷേ ചിലപ്പോൾ ഒന്നിൽ ചുരുക്കും. അങ്ങനെ ചുരുക്കുമ്പോൾ ഇൻദാറിൽ ചുരുക്കും. ഇവിടെ ഇതാ ശക്തമായ ഒരു വാണിംഗ്. അല്ലാഹു തആല ചിന്തിക്കുന്ന ഏതു ജനതക്കും നന്നാവാൻ, അല്പം പേടിയുള്ളവർക്കൊക്കെ റബ്ബിൻ്റെ റൂട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാവുന്ന വിധത്തിലുള്ള പൊള്ളുന്ന താക്കീത്. ഫഅൻസർതുകും നാറൻ തലള്ളാ. ആകയാൽ കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുക, എന്നിട്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം എന്നതാണ് എൻ്റെ രീതി ശാസ്ത്രമെങ്കിൽ അള്ളാഹു പറയാണ് ഫഅൻസർതുകും നാറൻ തലള്ളാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ താക്കീതു ചെയ്യുകയാണ്, നിങ്ങളെ വാൺ ചെയ്യുകയാണ്, നിങ്ങൾക്കുള്ള വാണിംഗാണ് മനുഷ്യരെ. നാറൻ തലല്ലാ, കത്തിച്ചൊലിക്കുന്ന നരകം പറഞ്ഞാണ്
ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത്. കത്തിജ്വലിക്കുന്ന നരകം. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ പദപ്രയോഗം മതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇടനെഞ്ച് കുലുങ്ങാൻ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിന്നാർ അദാബ, നരകാവകാശികളിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ മൻ ലഹു നഅലാനി വശിറാകാനി മിന്നാർ, തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെട്ട മനുഷ്യനാണ്. അയാൾക്കാകെ അള്ളാഹു കൊടുക്കുന്നത് അഗ്നി കൊണ്ടുള്ള, തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ. കാലിൻ്റെ ഉള്ളനടിയിൽ ആ ചെരുപ്പിട്ടിട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കും. ചെരുപ്പ് തീ കൊണ്ടാണ്. ആ ചെരുപ്പിൽ കയറി നിൽക്കുന്നത് കാരണം അയാളുടെ തലച്ചോറ് തിളച്ചു മറിയും. കമാ യഗ്ലിൽ മിർജൽ, അടുപ്പത്ത് വെച്ച കലം തിളച്ചു മറിയുന്നത് പോലെ. ആ സമയത്ത് ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ്റെ മാനസികാവസ്ഥ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബ, അവൻ്റെ അഭിപ്രായത്തിൽ അവനേക്കാൾ അദാബ് സഹിക്കുന്ന ഒരാളും നരകത്തിലില്ല എന്നായിരിക്കും സംഗതിയോ യാഥാർത്ഥ്യമോ വസ്തുതയോ. വ ഇന്നഹു ലാഹുവനുഹും അദാബ, നരകാവകാശികളിൽ ഏറ്റവും ചെറിയ അതിനിസ്സാരമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാധുവാണിവൻ. അത്രയേ ഉള്ളൂ. പക്ഷേ അദാബിൻ്റെ കടുപ്പമാണത്. ഇത് ഏറ്റവും ചെറിയ ശിക്ഷയാണെങ്കിൽ പിന്നെ നരകത്തിലെ വലിയ ശിക്ഷകളുടെ കഥ പറയണോ? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ ഈ ശക്തമായ താക്കീതുകളൊക്കെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി